സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാമിങ്ങൾ പഠിപ്പിച്ചു, സാത്വികരായ നല്ലവരായ സ്വാലിഹീങ്ങൾ ഒരു സംഘമാണ് അവിടെ വരേണ്ടത്. ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരു മജ്ലിസാണത്. അതിന് പറ്റുന്ന പക്വതയിലും പാകതയിലുമാകണം നിക്കാഹ്. ഞാനിപ്പോ അടുത്താണ് രൂപ ഇതൊക്കെ അറിഞ്ഞ് എന്നോട് കല്യാണത്തിന് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, നമുക്കിതൊന്നും അറിയില്ലല്ലോ കാര്യമൊന്നും, നമ്മളിത് രാവിലെ മുതലേ വൈകുന്നേരം വരെ അവിടെ പാട്ടാടാൻ കുത്തിരിക്കുന്നില്ലല്ലോ. ഭക്ഷണം കഴിച്ചപ്പോൾ ഉസ്താദേ സ്റ്റേജ് കണ്ടോന്ന് ചോദിച്ചു. ആ സ്റ്റേജ് ഇങ്ങനത്തെ ഒരു ഇത് കുറച്ചും താഴ്ന്ന ശരി, അത് നിക്കാഹിന് വെച്ചല്ലേ. നിക്കാഹിന് വെച്ചല്ലോ ഉസ്താദേ. അതെന്തിനാ? നിക്കാഹ് കഴിഞ്ഞാലും നേരത്തെ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെന്തിനാ? അത് വേറെ എന്തോ ഒരു പേരാണ്, എനിക്ക് പേര് കിട്ടുന്നത്, നമ്മളപ്പോൾ ആ പേരൊന്നും നോക്കല്ല. എന്തോ ഒരു പേര് കുട്ടികൾ പറഞ്ഞു. അത് ആ രൂപത്തിൽ ഫോട്ടോ എടുക്കാനാണ്. ആരോ കണ്ട ഫോട്ടോ വെച്ചു, പുതിയ ഫോട്ടോ എടുത്ത് ഇപ്പോഴാണ് ഉള്ളിൽ പോയിട്ടുള്ളവർ. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഇതിനാണല്ലോ മനുഷ്യൻ വന്ന് പെട്ടത്. ഇതൊക്കെ നേരത്തെ അറിവുണ്ടെങ്കിൽ വന്ന വണ്ടി അങ്ങോട്ട് തിരിച്ചു വിടായിരുന്നു. ഇവിടെ വന്ന് പെട്ടിട്ടില്ലേ ഇത് അറിയണ്. ഏതായാലും വന്നുകൊണ്ട് അത് അറിയാനായാലോ, അതുകൊണ്ടത് പറയാനും ആയാലോ. നമ്മളെ മോൾക്ക് ഒരു ഹയാവില്ലാത്ത ഒരു ഉടുപ്പില്ലാത്ത സാധനമാക്കി മുന്നിൽ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ പോറ്റി വളർത്തിയ തന്തക്കും തള്ളക്കും ഇത്രയും ഉടുപ്പില്ല എന്നല്ലേ? അതല്ലേ സഹോദരങ്ങളെ പച്ച മലയാളത്തിൽ അതിന്റെ അർത്ഥം? ഇതിനെ ഈ കൂലിക്കാരിയായി വാടകക്കാരിയായി ഈ നോക്കുകുത്തിയായി ഇരുത്തിയിരിക്കുന്നത് ആരാ? ഇതിനാരാ അങ്ങോട്ട് പറഞ്ഞയച്ചത്? ആരാ അങ്ങോട്ട് ഉടുത്ത് വെച്ചിങ്ങോട്ട് വിട്ടതാരാ? ഇത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ഇത്രയും ഹയാ ഇല്ല എന്നല്ലേ? ഹയാ ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമല്ലേ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, രണ്ട് പെൺകുട്ടികള് ഒരു ഭാഗത്തൊരു മരത്തിനോട് ചാരി നിന്നിട്ട് ഒരു കിണറിൽ നിന്ന് കുറെ ആളുകൾ വെള്ളം മുക്കുന്ന നേരത്ത് മദിയനിൽ ഈ കുട്ടികൾ തിക്കും തിരക്കും കൂട്ടാതെ ഒരു മറവിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം ചിന്തിച്ചു, ഇത് നല്ല പെൺകുട്ടികളാണ്, ഇവരിടയിൽ വന്നിട്ട് ഇങ്ങനെ കലഹിക്കാനോ തിക്കും തിരക്കും കൂട്ടാനൊന്നുമില്ലല്ലോ. നല്ല ബഹുമാനത്തോടെ നിൽക്കുന്ന രണ്ട് മക്കള് അവരോട് ചോദിച്ചു, രണ്ട് പെൺകുട്ടികളും, മാ ഖതുബുക്കുമാ, എന്താ നിങ്ങളെ വിഷയം എന്താ? നിങ്ങൾക്ക് വെള്ളം വേണ്ടേ? അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആ ബാപ്പയും ഉമ്മയും പഠിപ്പിച്ച സിദ്ധാന്തം എന്താണെന്നറിയോ? ഈ ആട്ടിടയന്മാർ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം മുക്കാറില്ല. ഞങ്ങൾ അങ്ങനെ ഓരിടയിൽ പോയിട്ട് അങ്ങനെ സമ്മിശ്രമായിട്ട് ഒന്നും തള്ളും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഹരം കൊള്ളുന്ന ആൾക്കാരല്ല ഞങ്ങള്. ഞങ്ങൾക്കൊരു സുഖം ഓൽക്കൊരു സുഖം, ആ ഒരു ഹരം ഞങ്ങൾക്ക് വേണ്ട. ഓലൊക്കെ പോയിട്ടേ ഞങ്ങൾ വെള്ളം എടുക്കുള്ളൂ. അപ്പൊ ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്തിനാ നിങ്ങൾ വെള്ളം മുക്കാൻ വന്ന് പുരയിൽ ആരുമില്ലേ? ഞങ്ങൾക്ക് സഹോദരങ്ങളൊന്നുമില്ല. വാബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളെ വാപ്പ വയോവൃദ്ധനാണ്, ഇങ്ങനൊന്നും വെള്ളം വലിച്ചൂരി കൊണ്ടുപോകാനോ മുക്കാനോ എന്നുള്ള പ്രാപ്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ആ ഒരു ബഹുമാനം കണ്ടിട്ട്, ആ ഒരു ഈമാനികമായ ചന്തം കണ്ടിട്ട് ഫസഖാലഹുമാ